बच्चों, सभी को मेरे हिंदी क्लास में स्वागत है। आज हम कक्षा 7 के इकाई 1 के अध्याय 2 जो एक कविता है, हम सब सुमन एक उपवन के बारे में पढ़ेंगे। इस कविता की रचना श्री द्वारिका प्रसाद महेश्वरी जी ने की थी। हिंदी के विख्यात बाल साहित्यकार, उत्तर प्रदेश के आगरा के रोहता में जन्म, फूल और शूल, कविता संग्रह, सत्य की जीत, क्रौधवध, खंड काव्य आदि प्रसिद्ध रचनाएं। प्रसिद्ध बाल साहित्यकार कृष्ण विनायक फाड़के ने अंतिम इच्छा इस प्रकार प्रकट की थी कि अपनी शव यात्रा में महेश्वरी जी का बाल गीत हम सब सुमन एक उपवन के गाया जाए। വിഖ്യാത് എന്ന് പറഞ്ഞാൽ പ്രസിദ്ധനായ ഫേമസ് ആയിട്ടുള്ള ഒരു ബാലസാഹിത്യകാരനായിരുന്നു ശ്രീ ദ്വാരിക പ്രസാദ് മഹേശ്വരി. ആളുടെ ജനനം എവിടെയായിരുന്നു? ഉത്തർപ്രദേശിലെ ആഗ്ര എന്നൊരു സ്ഥലത്ത്, അവിടെ റോഹ്ത എന്നൊരു സ്ഥലത്തായിരുന്നു ആൾ ജനിച്ചത്. പോയട്രി കളക്ഷനിൽ ഫേമസ് ആയിട്ടുള്ളത് ഒന്നായിരുന്നു ഫൂൽ ഓർ ഷൂൽ, സത്യ കി ജീത്, ക്രൗധവധ് ഖണ്ഡകാവ്യങ്ങളായിരുന്നു. പിന്നെ പ്രസിദ്ധനായ ഒരു ബാലസാഹിത്യകാരൻ കൃഷ്ണ വിനായക് ഫാഡ്കെ, ആളുടെ അവസാനത്തെ അഭിലാഷം എന്തായിരുന്നു? ആളുടെ ശവയാത്രയിൽ മഹേശ്വരിജിയുടെ ഈ പ്രസിദ്ധമായ ബാലഗീത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ പദ്യം ഹം സബ് സുമൻ ഏക് ഉപവൻ കെ, ഈ പാട്ട് ആളുടെ ശവയാത്രയിൽ പാടണം എന്നായിരുന്നു ആളുടെ അവസാനത്തെ ഒരു ആഗ്രഹം. ഹം സബ് സുമൻ ഏക് ഉപവൻ കെ. ഉപവൻ എന്ന് പറഞ്ഞാൽ ഗാർഡൻ അല്ലെങ്കിൽ പൂന്തോട്ടം. സുമൻ എന്ന് പറഞ്ഞാൽ ഫൂൽ, പൂക്കൾ. ഇവിടെ ഉപവൻ കവി എന്താണ് ഉദ്ദേശിക്കുന്നത്? നമ്മുടെ ഭൂമി അല്ലെങ്കിൽ ഭാരതം അല്ലെങ്കിൽ ഭൂമിനെയാണ് ഉപവൻ എന്ന് കവി പറയുന്നത്. പിന്നെ പൂക്കൾ, നമ്മളെല്ലാവരും പൂക്കളായിട്ടാണ് കവി ഇവിടെ സങ്കല്പിക്കുന്നത്. അപ്പോൾ കവി ഈ കവിതയിൽ തരുന്ന സന്ദേശം എന്താണ്? ഇപ്പോൾ നമ്മളൊരു ഗാർഡനിലേക്ക് പോകുന്നു അല്ലെങ്കിൽ പൂന്തോട്ടത്തിൽ പോകുന്നു. അവിടെ ഒരു തരം ചെടി മാത്രമാകുമോ അല്ലെങ്കിൽ ഒരു പൂ മാത്രമായിട്ടുണ്ടാകുമോ? അല്ല, പലതരത്തിലുള്ള പൂക്കൾ നമ്മൾക്ക് അവിടെ കാണാം. ചിലത് ചെറിയ പൂക്കളാവാം, ചിലത് വലിയ പൂക്കളാകാം. അങ്ങനെ വ്യത്യസ്തമായ പൂക്കൾ നമ്മൾക്ക് ഒരു പൂന്തോട്ടത്തിൽ പോകാം. അങ്ങനെ തന്നെയാണ് നമ്മുടെ ഭാരതവും. വ്യത്യസ്തമായ ഭാഷകൾ, ആചാരങ്ങൾ, ജാതി, മതം എല്ലാം വ്യത്യസ്തമാണ്. പക്ഷേ ഭാരതം അല്ലെങ്കിൽ ഭാരതീയർ എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാവരും ഒരുപോലെയാണ് കാണുന്നത്. അവിടെ വ്യത്യസ്തമായ ഭാഷയോ ആചാരങ്ങളോ ഒന്നും നമ്മൾ കണക്കാക്കുന്നില്ല. ഭാരതീയർ നമ്മളെല്ലാവരും ഒന്നാണ്. ഈ ദേശം നമ്മൾക്ക് എല്ലാവർക്കും, ഈ ഭൂമിയിലുള്ള എല്ലാവർക്കും ഒരേ ഒരു സൂര്യനുള്ളൂ. സൂര്യപ്രകാശം കിട്ടുന്നത് ആ ഒരു സൂര്യനിൽ നിന്നാണ്. ചന്ദ്രൻ്റെ പ്രകാശം കിട്ടുന്നതോ അതും ചന്ദ്രനും ഒന്നേ ഉള്ളൂ. അതുപോലെ തന്നെ നമ്മൾക്ക് എല്ലാവർക്കും ഒരേ ഒരു ഈശ്വരനേ ഉള്ളൂ. നമ്മളെല്ലാവരും ഒരേ ഒരു ഈശ്വരനിലാണ് വിശ്വസിക്കേണ്ടത്. ഇതാണ് കവി ഈ കവിതയിൽ തരുന്ന ഒരു സന്ദേശം. ഇനി നമ്മൾക്ക് പദ്യത്തിലേക്ക് കടക്കാം. एक हमारी धरती सबकी, जिसकी मिट्टी से जन्मे हम, मिली न एक ही धूप हमें है, सींचे जाए एक जल से हम, पले हुए हैं झूल झूल कर, पलनों में हम एक पवन के, हम सब सुमन एक उपवन के. നമുക്ക് ഈ പദ്യത്തിൻ്റെ അർത്ഥത്തിലേക്കൊന്ന് കടക്കാം. ഏക് ഹമാരി ധർത്തി സബ്കി, ജിസ്കി മിട്ടി സേ ജന്മേ ഹം. നമ്മൾക്ക് എല്ലാവർക്കും ഒരേ ഒരു ഭൂമിയുള്ളൂ. ധർത്തി എന്ന് പറഞ്ഞാൽ ഭൂമി. ജിസ്കി മിട്ടി സേ ജന്മേ ഹം, മിട്ടി എന്ന് പറഞ്ഞാൽ മണ്ണ്. ആ മണ്ണിലാണ് നമ്മളെല്ലാവരും ജനിച്ചത്. ജന്മേ എന്ന് പറഞ്ഞാൽ ജനിക്കുക. മിലീന ഏക് ഹി ധൂപ് ഹമേ ഹെ, ധൂപ് എന്ന് പറഞ്ഞാൽ വെയിൽ. നമ്മൾക്ക് എല്ലാവർക്കും ഒരേ ഒരു സൂര്യനിൽ നിന്നാണ് ഈ സൂര്യപ്രകാശം കിട്ടുന്നത്. സീച്ചെ ജായ് ഏക് ജൽ സേ ഹം, നമ്മൾക്ക് വെള്ളം എവിടെ നിന്ന് കിട്ടുക? മഴയിൽ നിന്ന്. നമ്മളെല്ലാവർക്കും കിട്ടുന്നത് ഒരേ ഒരു മഴയിൽ നിന്നാണ് വെള്ളം. അല്ലെങ്കിൽ നമ്മൾ നനയ്ക്കപ്പെടുന്നത് ഈ മഴയിൽ നിന്നാണ്.
പലേ ഹുവേ ഹേ ഝൂൽ ഝൂൽ കർ. നമ്മളെല്ലാവരും വളർന്നത് എങ്ങനെയാണ്? ഊഞ്ഞാലാടിയിട്ടൊക്കെയല്ലേ. പല്ല എന്ന് പറഞ്ഞാൽ വളരുക, ഝൂൽ ഝൂൽ കർ എന്ന് പറഞ്ഞാൽ ഊഞ്ഞാലാടിക്കൊണ്ട്. പല്ലോ മേ ഹം ഏക് പവൻ കെ, അത് ഒരു പവൻ എന്ന് പറഞ്ഞാൽ കാറ്റ്. അപ്പോൾ ഈ ഓരോരോ കാറ്റാണ് നമ്മളെ എല്ലാവരെയും വളർത്തിയത്. ഓരോരോ കാറ്റ്, അതിലാണ് നമ്മളെല്ലാവരും ഇങ്ങനെ ആട്ടിയാട്ടിയിട്ട്, ഈ കാറ്റ് നമ്മളെ ആട്ടിയാട്ടിയിട്ടാണ് വളർത്തിയിട്ടുള്ളത്. ഹം സബ് സുമൻ ഏക് പവൻ കെ, നമ്മളെല്ലാവരും ഈ പൂക്കളാണ് ഈ പൂന്തോട്ടത്തിലെ. रंग रंग के रूप हमारे अलग अलग है क्यारी क्यारी, लेकिन हम सबसे मिलकर ही इस उपवन की शोभा सारी. एक हमारा माली हम सब, रहते नीचे एक गगन के, हम सब सुवन एक उपवन के. रंग रंग के रूप हमारे अलग अलग है क्यारी क्यारी. ഒരു പൂന്തോട്ടത്തിൽ പോകുകയാണെങ്കിൽ അവിടെ ഒരു ചെടി മാത്രമാകില്ല, വ്യത്യസ്തമായ ചെടികളുണ്ടാവും. പൂക്കളുടെ നിറം വ്യത്യസ്തമായ നിറങ്ങളാകും. അതുപോലെ തന്നെയാണ് നമ്മുടെ ഭാരതം. ഇവിടെയും വ്യത്യസ്തമായ രൂപങ്ങളും നിറങ്ങളുമാണ്. അലഗ് അലഗ് ഹേ ക്യാരി ക്യാരി. ക്യാരി എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു തരം കിടക്ക ഉണ്ടാക്കുന്നതാണ്. ഈ ചെറിയ തൈകൾക്ക് വേണ്ടി ഉണ്ടാക്കുന്ന ഒരു കിടക്ക. അതിൽ വളമൊക്കെ ഇട്ടിട്ട്, അപ്പോൾ എല്ലാ പൂക്കളിലും അതിൻ്റേതായ വേറെ വേറെതായ കിടക്ക നമ്മൾ ഉണ്ടാക്കണം. അതുപോലെ തന്നെയാണ് നമ്മൾ മനുഷ്യന്മാർ. നമ്മൾ ജീവിച്ച് വളർന്ന സാഹചര്യങ്ങൾ വ്യത്യസ്തമാകാം. ലേക്കിൻ ഹം സബ്സേ മിൽക്കർ ഹി ഇസ് ഉപവൻ കി ശോഭാ സാരി. വ്യത്യസ്തമായ നിറങ്ങൾ. ഒരു പൂന്തോട്ടത്തിൽ പോകുകയാണെങ്കിൽ അവിടെ വ്യത്യസ്തമായ ചെടികൾ, വ്യത്യസ്തമായ പൂക്കൾ, നിറങ്ങൾ, അതാണ് ആ പൂന്തോട്ടത്തിന് ഭംഗി കൊടുക്കുന്നത്. അതുപോലെ തന്നെയാണ് വ്യത്യസ്തമായ രൂപമാവാം അല്ലെങ്കിൽ നിറമാകാം. പക്ഷേ നമ്മുടെ ഭാരതത്തിൻ്റെ ഒരു ഭംഗി എന്ന് പറഞ്ഞാൽ ഈ വ്യത്യസ്തമായ ആളുകൾ തന്നെയാണ്. ഈ നമ്മുടെ ഭാരതത്തിൻ്റെ സൗന്ദര്യം എങ്ങനെയാണ് വർദ്ധിപ്പിക്കാൻ പറ്റുക? നമ്മളെല്ലാവരും കൂടി ഒറ്റക്കെട്ടായിട്ട് നിന്നാൽ മാത്രമേ നമ്മുടെ ഭാരതത്തിൻ്റെ സൗന്ദര്യം പോലും വർദ്ധിക്കുള്ളൂ. एक हमारा മാലി हम सब रहते नीचे एक गगन के. ഒരു പൂന്തോട്ടത്തിന് ഒരു മാലി ഉണ്ടാവും. മാലി നമ്മൾ ആദ്യമേ പഠിച്ചിട്ടുണ്ട്, പൂന്തോട്ടക്കാരൻ. അപ്പോൾ ഒരു പൂന്തോട്ടത്തിന് ഒരു പൂന്തോട്ടക്കാരൻ ഉള്ളതുപോലെയാണ് നമ്മളെ എല്ലാവരും നിയന്ത്രിക്കുന്ന ഒരാളാരാണ്? നമ്മുടെ ദൈവം. അപ്പോൾ നമ്മളെല്ലാവർക്കും ഒരേ ഒരു ദൈവമേ ഉള്ളൂ. അങ്ങനെ ഒരു മാലി ഒരു പൂന്തോട്ടത്തിനെ നോക്കുന്ന പോലെയാണ് ദൈവം നമ്മളെ എല്ലാവരെയും ശുശ്രൂഷിക്കുന്നത് അല്ലെങ്കിൽ സംരക്ഷിക്കുന്നത്. രഹത്തെ നീച്ചെ ഏക് ഗഗൻ കെ, നമ്മളെല്ലാവരും ഒരു ആകാശത്തിൻ്റെ താഴെയാണ് ജീവിക്കുന്നത്, ഒരേ ഒരു ആകാശം. ഹം സബ് സുമൻ ഏക് ഉപവൻ കെ. ശോഭ എന്ന് പറഞ്ഞാൽ സൗന്ദര്യം, ഗഗൻ എന്ന് പറഞ്ഞാൽ ആകാശം, നീച്ചെ എന്ന് പറഞ്ഞാൽ താഴെ. സൂരജ് ഏക് ഹമാരാ ജിസ്കി किरणें उसकी कली खिलाती. एक हमारा चांद चांदनी जिसकी हम सबको नहलाती. मिले एक से स्वर हमको हैं भ्रमरों के मीठे गुंजन से, हम सब सुमन एक उपवन के. सूरज एक हमारा जिसकी किरणें उसकी कली खिलाती. നമ്മൾക്ക് എല്ലാവർക്കും ഒരേ ഒരു സൂര്യനേ ഉള്ളൂ. ആ സൂര്യപ്രകാശം കൊണ്ടാണ് മുട്ടുകൾ വിടരുന്നത്. അപ്പോൾ കിരണി എന്നാൽ സൂര്യൻ്റെ കിരണങ്ങൾ, കലി എന്ന് പറഞ്ഞാൽ മുട്ട്, ഖില്ല എന്ന് പറഞ്ഞാൽ വിരിയ. ഏക് ഹമാര ചാന്ദ് ചാന്ദിനി ജിസ്കി ഹം സബ്കോ നെഹലാത്തി. ഒരേ ഒരു ചന്ദ്രനുള്ളൂ. ആ ചന്ദ്രൻ്റെ നിലാവാണ് നമ്മൾക്ക് എല്ലാവർക്കും ലഭിക്കുന്നത്. ചാന്ദിനി എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ്റെ നിലാവിനെയാണ് ചാന്ദിനി എന്ന് പറയുന്നത്. जिसकी हम मिले एक से स्वर हमको है भ्रमरों के मीठे गुंजन से. ഇവിടെ കവി ഉദ്ദേശിക്കുന്നത് വണ്ടുകൾ മൂളുമ്പോൾ നല്ല മധുരമായൊരു ശബ്ദമല്ലേ നമ്മൾക്ക് കേൾക്കാൻ സാധിക്കുന്നത്. ഭ്രമർ എന്ന് പറഞ്ഞാൽ വണ്ട്. അതുപോലെ തന്നെയാണ്
വ്യത്യസ്തമായ ഭാഷകൾ ഉണ്ടെങ്കിലും നമ്മുടെ സ്വരം ഒന്നായി മാറും. അതെപ്പോഴാണ്? നമ്മൾ ഭാരതീയർ എന്ന് പറയുമ്പോൾ. അപ്പോഴാണ് നമ്മളെല്ലാവരുടെയും ഒരുപോലെയായിട്ട് നമ്മൾ തോന്നുന്നത്. ആ ഒരു സ്വരം ഒരുപോലെയായിട്ട് തോന്നുന്നു. ഹം സബ് സുമൻ ഏക് ഉപവൻ കി. അല്ല, നമ്മളെല്ലാവരും ഒരേ പൂന്തോട്ടത്തിലെ പൂക്കളാണ്. ഇതോടുകൂടി ഈ പദ്യം ഇവിടെ അവസാനിക്കുന്നു. അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. നിങ്ങൾക്ക് ഈ ക്ലാസ് യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെ അതിലൊരു ബെൽ ബട്ടൺ ഉണ്ട്. ആ ബെൽ ബട്ടണും പ്രസ് ചെയ്യണം. ഫർദർ നോട്ടിഫിക്കേഷൻ, ഫ്യൂച്ചർ എൻ്റെ ഏതെങ്കിലും വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടും. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.